പ്രധാനപ്പെട്ട സന്തോഷകരമായ കുളിർമയേവുന്ന ഒരു വാർത്തയുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി എന്തൊക്കെയായിരുന്നു മമ്മൂട്ടിക്ക് ക്യാൻസർ, തേങ്ങ കൊല എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിക്കുള്ള ന്യൂസുകളായിരുന്നു അടിച്ചിറക്കി വെച്ചത് ഈ പല ഓൺലൈൻ മീഡിയക്കാരും. അപ്പൊ ഇവരങ്ങട് അതായത് ഈ മെയിനായിട്ട് മറുനാടനൊക്കെ ഇതിനെ പറ്റിയിട്ട് കിട്ടൊരു സംഭവം ഉണ്ടായി. അതായത് എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ എന്തെങ്കിലും ഒരു അസുഖം ഏതെങ്കിലും ഒരു നടന് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്, അവർ നാട്ടുകാരോട് പറയണോ വേണ്ടയോ എന്ന്. അതായത് അവരുടെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചൂന്നെടുത്തിട്ട് വന്നിട്ട് അവർക്ക് ഇന്ന അസുഖമാണെന്നാണ് തോന്നുന്നത്, ഇപ്പൊ അത് ഇന്ന സ്ഥലത്ത് പോയിട്ട് ചികിത്സിച്ചിട്ടുണ്ട് എന്നൊക്കെ വന്നിട്ട് പറയാനായിട്ട് ഇവർക്ക് എന്ത് അവകാശമാണ് ഇവർക്കൊക്കെ ഉള്ളത്? അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ മമ്മൂട്ടി പറയണം ഇവരോട്, നിങ്ങൾ ഇത് പറഞ്ഞോട്ടാ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പറയാം. അല്ലാണ്ട് അവര് ഒരു കാര്യം അവരുടെ ലൈഫിനകത്ത് നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് പബ്ലിക്കിനകത്ത് വന്ന് അവര് പറയാത്തടത്തോളം കാലം ഇവർക്കൊക്കെ എന്ത് അവകാശമാണുള്ളത് ഇങ്ങനെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയാം. എന്നിട്ട് ഇപ്പൊ എന്താ ഇപ്പൊ ഒരു പുള്ളിക്ക് ഒരു അസുഖവും ഇല്ല, ഒരു വിഷയമില്ല എന്നുള്ള രീതിക്കാണ് ഇപ്പൊ വരുന്ന വാർത്തകൾ. പക്ഷേ ഇനി സപ്പോസ് പുള്ളിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പുള്ളി പറയൂ അത്, അല്ലാണ്ട് ഇവരെ പോലുള്ളവരല്ല ഇത് പറയേണ്ട ആൾക്കാര്. അപ്പൊ ഇപ്പൊ ഏറ്റവും സന്തോഷം തരുന്നൊരു വാർത്തയാണ് നമുക്ക് വന്നിട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഇപ്പൊ നമ്മുടെ ശബരിമലയിനകത്ത് മമ്മൂട്ടിക്ക് നേരെ ഒരു വഴിപാട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വഴിപാടിന്റെ റെസിപ്റ്റ് ആണ് ഇപ്പൊ കിടന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെന്തായാലും എനിക്ക് നല്ല സന്തോഷം തോന്നിട്ട് അത് കണ്ടപ്പോഴത്തേക്കും ഇവരെയൊക്കെ ഫാൻസ് മണ്ടന്മാരൊക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറി വിളിച്ചൊക്കെ കളിച്ചോണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ സമയത്താണ് കാര്യം എമ്പുരാൻ ഇറങ്ങാൻ പോണേയുള്ള. അപ്പൊ എമ്പുരാൻ ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും അപ്പൊ അപ്പുറത്തുനിന്ന് മറ്റേ മമ്മൂട്ടി ഫാൻസിനെ ഇവര് തെറി വിളിക്കും. കാര്യം നിങ്ങളുടെയൊക്കെ പടം ഇപ്പൊ വന്നില്ലല്ലോ, കണ്ടോടാ 200 കോടി അടിക്കും 300 കോടി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അങ്ങനെ ഇവർക്കൊക്കെ വേറൊരു പണിയില്ല, ഇങ്ങനെ കിടന്ന് തല്ലു പിടിക്കാൻ വേണ്ടി മാത്രം. ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരാളുടെ ഫാനൊന്നുമല്ല, ആര് നല്ല പടം ഇറക്കിയാലും നമ്മൾ അയാളുടെ കൂടെയാണ്, ആ ഒരു വൈബാണ് ഞാൻ. പക്ഷെ ഇത്തിരി കൂടുതൽ ഇഷ്ടം ആരോടാണ് പണ്ട് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മോഹൻലാലിനെ പറയും. കാര്യം അതങ്ങനെയാണ്. അത് നമ്മളെ ലാലേട്ടൻ എന്നുള്ളൊരു സാധനം പണ്ട് തുടങ്ങിയ നമ്മുടെ ഒരു അതിപ്പോ മമ്മൂട്ടി ഉണ്ട്, പക്ഷെ എന്നാലും അത് വേറൊരു ഇതാണ്. അതിപ്പോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റാം. പക്ഷേ ഇപ്പൊ മമ്മൂക്കയുടെ ആണെങ്കിൽ നല്ല പടങ്ങളാണ് ഈ ഇടയായിട്ട് വന്നിരിക്കുന്നത്, എല്ലാം കിടിലൻ പടങ്ങളാണ് മമ്മൂക്കയുടെ. പക്ഷേ ലാലേട്ടന് കേസ് നോക്കി കഴിഞ്ഞാൽ കുറെ നാളായിട്ട് ലാലേട്ടന് കണ്ടശനിയായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷെ ഇപ്പോഴാണ് ലാലേട്ടന്റെ എമ്പുരാനോട് കൂടി ലാലേട്ടന്റെ ഒരു വമ്പൻ തിരിച്ചുവരവൊക്കെ വരാൻ വേണ്ടി ഇരിക്കണേ. അപ്പൊ അതിനിടയ്ക്കാണ് ഈ ഒരു മമ്മൂക്കയുടെ ക്യാൻസർ അത് എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ള കേസ് വേറെ വന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തിനകത്ത് ഇപ്പോഴും ഈ മമ്മൂക്കയുടെ ഭാഗത്തുനിന്നോ അവരുടെ ഭാഗത്തുനിന്നോ ഒന്നും ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അവര് പറഞ്ഞിട്ടില്ല. കാര്യം അവർക്ക് പറയാൻ താല്പര്യം ഉണ്ടാവൂല. അവർ ഇതേപോലുള്ള എത്ര വിഷയങ്ങളൊക്കെ അവർ കാണുന്നതാണ്. പക്ഷെ അവർക്ക് അതിനകത്ത് പ്രതികരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇവരെ പറ്റിയൊക്കെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചിറക്കാണ്ടിരിക്കട്ടെ. ഇനി അടിച്ചിറക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ ദയവ് ചെയ്ത് അവരെ നിങ്ങൾ ഫോളോ ചെയ്യാണ്ടിരിക്കുക. കാര്യം അങ്ങനെയുള്ളവർ ഇതേപോലുള്ള ഫേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി. കാര്യം ഒരാൾക്ക് ഒരു അസുഖമാണെന്നൊക്കെ പറയാനൊക്കെ ചില്ലറ കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിറക്കാനായിട്ട് എങ്ങനെ സാധിക്കണം? ഇപ്പൊ ഞാൻ പറയണത് തന്നെ, ഇവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ പറയാത്തടത്തോളം കാലം നമുക്ക് ആർക്കും അത് പറഞ്ഞു നടക്കാനായിട്ടുള്ള യാതൊരു അവകാശവും ഇല്ല. ഈ മെയിനായിട്ട് ഈ അസുഖം അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നടക്കുമ്പോഴത്തേക്ക് അത് സൂക്ഷിക്കേണ്ട ഒരു കേസാണ്. കാര്യം അത് അവർക്ക് അത്രത്തോളം ചിലപ്പോൾ ഹേർട്ട് ചെയ്യും. ഈ ഒരു സംഭവമൊക്കെ ചിലപ്പോൾ അവരറിയുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ ഹേർട്ട് ചെയ്തെന്നൊക്കെ വരാം. അവരും മനുഷ്യന്മാരാണ്. ഇപ്പൊ എന്തൊക്കെ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞാലും ഇവരൊക്കെ കുറെ കണ്ടെന്ന് പറഞ്ഞാലും അവരും മനുഷ്യന്മാരാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ എപ്പോഴും കൺസിഡറേഷനകത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയാൻ. പബ്ലിക്കിനകത്ത് വന്നിട്ട് വന്ന് മാത്രം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ.